കർണാടക ചിത്രദുർഗയിൽ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയുടെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ, നഗ്നമായി പാതി കത്തിയ നിലയിലാണ് മൃതദേഹം. പെൺകുട്ടി ബലാത്സംഗത്തിന് ഇരയായോ എന്നും സംശയമുണ്ട്. സരീഷ് പി കെ ആണ് വിവരങ്ങളുമായി ചേരുന്നത്. സരീഷ്, എന്തെല്ലാമാണ് മറ്റ് വിശദാംശങ്ങൾ? പോലീസിൽ പരാതി നൽകുന്നത്. ഈ പോലീസിന്റെ ആദ്യഘട്ട പരിശോധനയിൽ പെൺകുട്ടി ഹോസ്റ്റലിൽ 14-ാം തീയതി അവധി അപേക്ഷ നൽകി വീട്ടിലേക്ക് പുറപ്പെട്ടു എന്ന വിവരം ലഭിച്ചിരുന്നു. പക്ഷെ പിന്നീട് മൊബൈൽ ഉൾപ്പെടെയുള്ളവ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയെങ്കിലും പെൺകുട്ടിയെ കണ്ടെത്താനായില്ല. അതിനിടയിലാണ് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് ഈ പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. പ്രത്യേകിച്ച് പാതി വെന്ത നിലയിലായിരുന്നു. അതായത് ആരെങ്കിലും തീ കൊളുത്തിയതാകാം എന്നുള്ള സംശയമാണ്. പോലീസിന്റെ പ്രാഥമിക നിഗമനം അനുസരിച്ച് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോവുകയും പിന്നീട് ഈ പീഡിപ്പിച്ച് കൊലപ്പെടുത്തുകയും ചെയ്ത ശേഷം തെളിവുകൾ നശിപ്പിക്കാനായി മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തിയതാകാം എന്നാണ് കരുതുന്നത്. നിലവിൽ ഈ പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ BA വിദ്യാർത്ഥിനിയായ ഗവൺമെന്റ് വുമൺസ് ഫസ്റ്റ് ഗ്രേഡ് കോളേജിലെ BA വിദ്യാർത്ഥിനിയായ വർഷയുടെ മൃതദേഹമാണ് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് പ്രാഥമിക പരിശോധനയിൽ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇവരുടെ പരാതി നൽകിയ രക്ഷിതാക്കളെയും ഈ ആശുപത്രിയിലേക്ക് വിളിച്ച് ഇത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്തായാലും ആദ്യഘട്ടത്തിൽ പോലീസ് സംശയിക്കുന്നത് ഈ പെൺകുട്ടിയുടെ സുഹൃത്തുക്കളിൽ ആരെങ്കിലും തന്നെ ചെയ്തിട്ടുണ്ടാകാം എന്നുള്ളതാണ്. കാരണം അവർ ഫോണുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പരിശോധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ ഈ പെൺകുട്ടിക്ക് സുഹൃത്ത് വലയമുണ്ടോ, ഒപ്പം തന്നെ മറ്റേതെങ്കിലും ബന്ധങ്ങളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഈ കൊലപാതകമാകാം എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഇപ്പോൾ പ്രാഥമികമായ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്.